നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ സമയപരിധി നാളെ അവസാനിക്കുമ്പോൾ വെടിനിർത്തൽ നീട്ടാൻ അമേരിക്ക തയ്യാറാവില്ല എന്ന സൂചന പുറത്തുവരികയാണ്. അമേരിക്കൻ സംഘം ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടുമെന്ന വിവരങ്ങൾക്കിടയിലും ചർച്ചകൾക്ക് ഇറാൻ അനുകൂല നിലപാട് അറിയിച്ചിട്ടില്ല. യുദ്ധം തുടരാനാണ് ശ്രമമെങ്കിൽ പുതിയ അടവുകൾ കൈവശമുണ്ടെന്നാണ് പുതിയ വെല്ലുവിളി. അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിനെ കുറിച്ചുള്ള ദുരൂഹതകൾ തുടരുന്നതിനിടയിൽ കപ്പൽ പിടിച്ചെടുത്തതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ ആവർത്തിച്ചു പറയുന്നു. ഇറാൻ പ്രതിനിധികളുമായി പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന അതീവ സുപ്രധാനമായ ചർച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് പങ്കെടുക്കുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി ഏപ്രിൽ 22-ന് അവസാനിക്കാനിരിക്കെയാണ് ഈ നീക്കം. ചർച്ചയിൽ ഒരു കരാറിലെത്താൻ സാധിക്കുകയാണെങ്കിൽ ട്രംപ് നേരിട്ടോ അതല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയോ സമാധാന ചർച്ചകളുടെ ഭാഗമാകുമെന്നാണ് സൂചന. ഇതിന്റെ മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഏപ്രിൽ 21-ന് പാകിസ്ഥാനിലേക്ക് തിരിക്കും. അതായത് ഇന്ന് തിരിച്ചിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതിനെ തുടർന്ന് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇറാൻ ആലോചിച്ചിരുന്നുവെങ്കിലും നിലവിൽ പോസിറ്റീവായ നിലപാടാണ് രാജ്യം സ്വീകരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും വിഷയം ഗൗരവകരമായി വിശകലനം ചെയ്തു വരികയാണെന്ന് ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഏപ്രിൽ 22-ന് തന്നെ ചർച്ചകൾ നടന്നേക്കുമെന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഇസ്ലാമാബാദിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ചരിത്രപരമായ ഈ ചർച്ചയ്ക്ക് വേദിയാകുന്ന പാകിസ്ഥാൻ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമാബാദിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 20,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ സമാധാന ചർച്ചകൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് വലിയ പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമോസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കി. ഉപരോധത്തിലൂടെ ഇറാനെ കീഴടങ്ങാൻ നിർബന്ധമാക്കണമെന്ന ട്രംപിന്റെ വ്യോമോഹം മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ചർച്ചകൾ ഭീഷണിയുടെ നിഴലിലാകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും തങ്ങൾ പുതിയ ആയുധങ്ങളും തന്ത്രങ്ങളും പുറത്തെടുക്കാൻ സജ്ജമാണെന്നും ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലേക്കുള്ള കപ്പലുകൾ തടയുന്നതിനും പരിശോധിക്കുന്നതിനും പുറമെ ആയുധങ്ങളുണ്ടെന്ന് സംശയിക്കുന്ന ചരക്കു കപ്പലുകൾ പിടിച്ചെടുക്കാനും ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടു. ഇത് മേഖലയിലെ സംഘർഷാവസ്ഥ ഇരട്ടിയാക്കി. ഈ വെല്ലുവിളികൾക്കിടയിലാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി വെടിനിർത്തൽ അവസാനിക്കുന്നതിന് മുൻപ് ഒരു ധാരണയിലെത്താനാണ് അമേരിക്കയുടെ നീക്കം. എന്തായാലും അമേരിക്കൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് വരുന്നത് അവരുടെ കാര്യം മാത്രമാണെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗായി പറയുന്നു. വിശ്വാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ചർച്ചകളിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ മുൻകാല നിലപാടുകളാണ് ഇറാന്റെ അവിശ്വാസത്തിന് പ്രധാന കാരണം. ഒബാമ ഭരണകൂടം ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയതും ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തിയതും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമാധാനം വേണമെന്നുണ്ടെങ്കിലും ട്രംപിന്റെ പരുക്കൻ ശൈലിയും പരസ്യമായ ആധിപത്യ ശ്രമങ്ങളും ഇറാനെ പ്രകോപിപ്പിക്കുകയാണ്. ഉപരോധങ്ങളെ അതിജീവിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. അതേസമയം ട്രംപ് ഈ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസ്താവനകൾ തുടരുകയാണ്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കിയത്. താൻ യുദ്ധത്തിന് വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണെന്നും ലോകം അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മുൻ പ്രസിഡന്റുമാരുടെ ഭീരുത്വവും മൂലമുണ്ടായ പ്രശ്നങ്ങൾ താൻ പരിഹരിക്കുമെന്നും ട്രംപ് കുറിച്ചു. ഇറാൻ ആണവായുധ മോഹം ഉപേക്ഷിക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ആണവായുധങ്ങളില്ലാത്ത മേഖലയാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ ഉപരോധം നിലനിൽക്കുന്നിടത്തോളം കാലം ചർച്ചകൾ സമയം കളയലാണെന്നാണ് ഇറാന്റെ നിലപാട്. പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യം അവർ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. ഇറാനിലെ ഈ തീവ്ര നിലപാടുകൾ സർക്കാരിനുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇവരുടെ പക്ഷം. സമാധാന ചർച്ചകൾക്കിടയിൽ പോലും അമേരിക്ക ആക്രമണം നടത്തിയേക്കുമോ എന്ന ആശങ്കയും ഇറാന്റെ തന്ത്രജ്ഞർക്ക് ഇടയിലുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ യുദ്ധം തന്നെയാണ് നല്ലതെന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. കരാർ ഉണ്ടാകില്ല എങ്കിൽ ഇറാന്റെ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടക്കുമെന്നും അല്ലെങ്കിൽ തുടങ്ങുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്ക് ഉപരോധിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇതോടെ വെടിനിർത്തൽ അവസാനിക്കുന്ന ബുധനാഴ്ച പുലർച്ചെ മുതൽ മേഖല വീണ്ടും പ്രക്ഷുബ്ധമാകുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. അതിനിടെ ഇസ്രയേലും ലബനനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ പുനരാരംഭിക്കും. ഈ ചർച്ചകളെ ഇറാൻ വിഷയവുമായി കൂട്ടിക്കുഴച്ചേക്കേണ്ട ആവശ്യമില്ല എന്ന് ലബനൻ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുന്നത് വൻ യുദ്ധത്തിലേക്കുള്ള സൂചനയായി വിലയിരുത്തപ്പെടുന്നു. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ ഒരു ദിവസം കൂടിയാണ് മുന്നിലുള്ളത്. നിലവിൽ അനേകം വിഷയങ്ങൾ തർക്കം നിലനിൽക്കുകയാണ്. ഹോർമൂസിലെ നാവിക ഉപരോധത്തിലെങ്കിലും സമവായമുണ്ടായാൽ ചർച്ച നടക്കും. പക്ഷേ സമാധാന ധാരണയില്ലാതെ നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഒരു സമവായത്തിന് പലതവണ സംസാരിച്ചു പാകിസ്ഥാൻ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം തുടരാനാണ് ശ്രമമെങ്കിൽ പുറത്തെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള അടവുകൾ ബാക്കിയാണെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഫിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ നീട്ടില്ലെന്നാണ് വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രക്കിടെ അമേരിക്കൻ സേന പിടിച്ചെടുത്ത കപ്പലിൽ ചൈനയിൽ നിന്ന് ഇറാനിലേക്കുള്ള മിസൈൽ നിർമ്മാണത്തിന് സഹായിക്കുന്നതുൾപ്പെടെ ആയുധ സാമഗ്രികളും ഉണ്ടായിരുന്നുവെന്നാണ് പ്രചരണം. ഇറാൻ വിശദീകരണം നൽകിയിട്ടില്ല ഇതുവരെ. അവസാന മണിക്കൂറിലെങ്കിലും സമവായം ഉണ്ടായാൽ ചർച്ച നടന്നേക്കും. ഇതുവരെ എടുത്ത എല്ലാ നടപടികളും വിജയമെന്ന് ട്രംപ് പറയുമ്പോഴും അമേരിക്കയ്ക്ക് ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ ഇത് ഞങ്ങളുടെ വിജയമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം.